നമ്മളിൽ മിക്ക ആൾക്കാരും മെയിനായിട്ട് മലയാളി ഫാമിലി ഓഡിയൻസ് ആയിട്ടുള്ളവർ ദിയ കൃഷ്ണയുടെ ഡെലിവറി വ്ലോഗ് കണ്ടിട്ടുണ്ടാവും അല്ലേ. അതിൽ പലരും ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ദിയയുടെ ഹസ്ബൻഡും ഫാമിലിയും ഒക്കെ ദിയയുടെ കൂടെ തന്നെ ഡെലിവറി റൂമിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ വക ഫെസിലിറ്റീസൊക്കെ എത്രത്തോളം വന്നു തുടങ്ങിയുള്ളതിൻ്റെ ഒരു അറിവ് എനിക്ക് കിട്ടിയത് ദിയയുടെ ആ ഒരു വ്ലോഗിൽ നിന്നായിരുന്നു കേട്ടോ. എനിക്ക് മാത്രമല്ല മറ്റു പലർക്കും അങ്ങനെ തന്നെ ആയിരിക്കാം. എന്നാലും ദിയ കൃഷ്ണനെ പോലെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് മാത്രമാണോ ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക എന്നുള്ളൊരു സംശയമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ സംശയമൊക്കെ ഒറ്റയ്ക്ക് തീർന്നു. ഈ ഒരു സമയത്തായിരുന്നു എൻ്റെ ചേച്ചിയുടെ പ്രഗ്നൻസി ജേണിയും ചേച്ചിയുടെ ഡേറ്റ് അടുത്ത് വരെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പട്ടാമ്പി സേവന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ തന്നെ അവർ ഇങ്ങനെ ഒരു ഫെസിലിറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു ഫെസിലിറ്റി വരുമെന്നൊന്നും ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചേച്ചിയുടെ ഹസ്ബൻഡും ഞാനും ഒക്കെ ചേച്ചിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. ഇങ്ങനെയുള്ള ഒരു മൊമെന്റ്സിൽ അവരുടെ കൂടെ നിൽക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയല്ലേ ഏറ്റവും വലിയ കാര്യം. ഈ ഒരു ഫെസിലിറ്റി നിങ്ങൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. റൂമും ബാക്കി കാര്യങ്ങളും എല്ലാം ഡോക്ടർ അപ്പോയിൻമെൻറ്റ് എടുക്കാനും ഡോക്ടറെ വിസിറ്റ് ചെയ്യുമ്പോഴൊന്നും ഒരു ഡിലേ ഇല്ലാതെ അവരെല്ലാം ഹാൻഡിൽ ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇതൊക്കെ ഹോസ്പിറ്റലിലെ പുതിയ ബിസിനസ് പ്ലാൻ ആണെന്നും പണം തട്ടാനുള്ള അവരുടെ പുതിയ പരിപാടിയാണെന്നൊക്കെ പറഞ്ഞാലും ഒരു അമ്മയാവാൻ പോകുന്ന ആളുടെ കംഫർട്ട് സോണിനും ഇമോഷനും എല്ലാം ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫെസിലിറ്റി അവർ കൊണ്ടുവന്നതുകൊണ്ടല്ലേ അത് പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റിയത്. വരും നാളുകളിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലൊക്കെ ഈ ഒരു ഫെസിലിറ്റി വന്നു തുടങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റുള്ളൂ. അങ്ങനെ വരാൻ പോകുന്ന അമ്മമാരും അച്ഛന്മാരും ഒക്കെ അവരുടെ കുഞ്ഞു സന്തോഷത്തിന് ഒരുമിച്ച് ജന്മം നൽകാൻ പറ്റട്ടെ.